നമ്മളിപ്പോൾ ഹൈദരാബാദിലെ ഗോൾക്കൊണ്ട ഫോർട്ടിലാണ്. ഗോൾക്കൊണ്ട ഫോർട്ടിലെ വിശേഷങ്ങൾ നമ്മൾ കുറച്ച് എപ്പിസോഡുകളായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. ഇനിയും നിങ്ങൾ കാണാത്ത ഓരോരോ ഏരിയകളായിട്ടാണ് നമ്മൾ തിരിച്ച് പോരുന്നത്. അത്രയും രസമുള്ള സംഭവങ്ങളാണ് ഇവിടെ കാഴ്ചയായിട്ടുള്ളത്. സോ അതുകൊണ്ട് നമുക്കൊരു അടിപൊളി കാഴ്ചയിലേക്ക് ചുമ്മാ ഒന്ന് പോയാലോ. നൈസല്ലേ? ഇവിടെ നോക്കുമ്പോൾ ഹൈദരാബാദിൻ്റെ ഒരു ഭാഗം കാണാം കേട്ടോ. ഇതൊരു മസ്ജിദാണ്, ഫോർട്ടിൻ്റെ ഉള്ളിലുള്ള മസ്ജിദാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫോർട്ട്. ആ ഏറ്റവും മുകളിൽ കാണുന്ന ഇതില്ലേ, എവിടെ നിന്ന് നോക്കിയാലും അങ്ങോട്ട് വ്യൂ പോയിൻ്റ് ഉണ്ടാവും ഇവിടെ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കാലഘട്ടത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. അതിൻ്റെ ഉള്ളിൽ പല പല ടണൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ടണൽസിലൂടെയൊക്കെ നമ്മൾ കുറേ യാത്ര ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓരോ എപ്പിസോഡ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ അവിടെ കാണുന്ന മനോഹര ദൃശ്യങ്ങളാണല്ലോ അത്. അപ്പോൾ ഇനി നമ്മൾ ഫോർട്ടിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് കിടക്കാൻ പോവാണ്. മറ്റു വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരിയുണ്ട് ഫോർട്ടിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞാലൊന്നും തീരില്ല. പിന്നെ ഇവിടുത്തെ ഫോർട്ടിൻ്റെ ഹിസ്റ്ററി നിങ്ങൾ വിക്കിപീഡിയ നോക്കിയാൽ മതി. കാരണം കാലഘട്ടം ഡീറ്റെയിലുകളൊക്കെ അതിനകത്തുണ്ട്. പിന്നെ നെവർ മിസ് ദ പ്ലേസ്, അതേ എനിക്ക് പറയാനുള്ളൂ. അതായത് ഇനിയൊരു ലൈഫ് എന്ന് തന്നെ പറയാം. കാരണം ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് കാണുക എന്നുള്ളൊരു അംബീഷനായിട്ട് കണക്ക് കൂട്ടുക. അത്രയധികം സാധനങ്ങൾ കാണാനുണ്ട് നമ്മൾ വേറെ കാഴ്ച. ആയിരങ്ങൾ ഒഴുകിയെത്തുന്ന ഒത്തിരി സ്ഥലമുണ്ട് ഹൈദരാബാദ് കേട്ടോ. നമ്മൾ കണ്ടു, റാമോജിറാവ് കണ്ടു. അങ്ങനെ നമ്മളൊത്തിരി സ്ഥലങ്ങൾ നമ്മൾ കണ്ടു. അങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെ കോട്ടമതിലാണ്.
ഏതെല്ലാം സ്ഥലം കൊണ്ടൊന്ന് കാണിക്കുന്നു. അടിപൊളി. നമ്മളിങ്ങനെ ബ്യൂട്ടി അല്ലേ ഇത്. ടണലുകൾ പോലെ എന്തൊക്കെയോ ഇങ്ങനെ അല്ലേ അടിപൊളി. എന്താ വ്യൂ. എന്തായാലും അപ്പോൾ നമ്മളിങ്ങനെ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒത്തിരി കാണാനുണ്ട്. ഇനി കാണാനേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു രസം. മനോഹരം എന്ന് വെച്ചാൽ ഭയങ്കര ഗാംഭീര്യത തോന്നുന്ന സ്ഥലം. ആ കല്ലുകൾ അങ്ങനെ ഇരിക്കുന്നില്ലേ, അതിൻ്റെ ഒരു ഭംഗി അത് തന്നെ വേറെയാണല്ലേ. ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണിത്. നമ്മുടെ സംസ്കാരത്തിൻ്റെ, പൗരാണിക സംസ്കാരത്തിൻ്റെ ഒരു അവശിഷ്ടം ആണിത് അല്ലേ. ഇത് ചിത്രീകരിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. എനിക്കിത് ഷൂട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു ക്രെഡിറ്റായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ നമ്മൾ ഗോൾക്കൊണ്ട ഫോർട്ടിലെ, ഹൈദരാബാദിലുള്ള ഗോൾക്കൊണ്ട ഫോർട്ടിൽ നിന്നും ആണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടുതൽ എപ്പിസോഡുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യാം, കാരണം ഒത്തിരി ഉണ്ട് കാണുവാൻ കാഴ്ചകളായിട്ട്. ഓക്കെ, ബൈ.